പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളുടെ വിഷയം TDFിൻ്റെ സമരവും വെൽഫെയർ അസോസിയേഷൻ്റെ നിലപാടും. വെൽഫെയർ അസോസിയേഷന് TDFിൻ്റെ സമരവുമായി പ്രത്യേകം നിലപാടെടുക്കേണ്ട കാര്യം ഇല്ല. കാരണം TDF എന്ന സംഘടന വെൽഫെയർ അസോസിയേഷനെ അംഗീകരിച്ചിട്ടില്ല. കാര്യം അവരുടെ പല വാക്കുകളിലും അവർ ഇത്തരം കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം TDF എന്ന സംഘടനയുടെ മാതൃസംഘടനയായ INTUC അല്ലെങ്കിൽ അതിൻ്റെ സംഘടനയായ കോൺഗ്രസ് ഇന്ന് വരെ എത്ര രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ചോദ്യമാണ്. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ റഫറണ്ടത്തിൽ 10% വോട്ട് നേടിയ ഒരു സംഘടനയെ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ മറുപടി പറയേണ്ട കാര്യവും ഇല്ലായിരുന്നു. പക്ഷേ പല ഗ്രൂപ്പുകളിലും ഇതിനെക്കുറിച്ച് സംസാരം വളരെ വലുതാവുകയും വളരെ മോശപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. ഏകദേശം 9 വർഷത്തോളം അംഗീകാരത്തിലിരുന്ന് അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ശേഷം നിലവിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനില്ലാത്ത അവസ്ഥയിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ റഫറണ്ടം മുന്നിൽ നിർത്തി, ഇത് യൂണിറ്റിലെ നേതാക്കന്മാരോട് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചില്ല, റഫറണ്ടം മുന്നിൽ നിർത്തിയാണെന്ന്. പക്ഷേ പഴയ ഇതിൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ പഴയ KSRTCയുടെ മന്ത്രിയായിരുന്ന ശിവകുമാർ സാറ് കൃത്യമായി പറഞ്ഞു, റഫറണ്ടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് TDFകാരൻ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ പ്രസ് ക്ലബ്ബിൽ നടത്തിയ പ്രസ്താവന എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ റഫറണ്ടം മുന്നിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന ഈ സമര പരിപാടികളിൽ വെൽഫെയർ അസോസിയേഷൻ നിലപാടെടുക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഞങ്ങളെ അറിയിച്ചിട്ടില്ല. നിങ്ങൾ പല ഗ്രൂപ്പുകളിലും കത്ത് കൊടുത്ത് എല്ലാ യൂണിയനുക്കും കത്ത് കൊടുത്തു എന്നുള്ള രീതി നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ CITന് കൊടുത്തു, VMSന് കൊടുത്തു, വെൽഫെയറിന് കൊടുത്തില്ല, FFJക്ക് കൊടുത്തില്ല, കേരള കോൺഗ്രസ് B ഉണ്ട്. അങ്ങനെ KSRTCയിൽ ഒരുപാട് അംഗീകാരമില്ലാത്ത സംഘടനയുണ്ട്. അവർക്കാർക്ക് നിങ്ങൾ കൊടുത്തില്ല. കാര്യം അവരെ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ 3 പേര് മതി. നിങ്ങൾ 3 പേരും ഒരേ നാണയത്തിൻ്റെ വശങ്ങൾ തന്നെയാണ്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ 3 പേരും കൂടെ തീരുമാനിച്ചു, സമരം നടപ്പാക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ സമരം നടപ്പാക്കി. നിങ്ങൾ ബദലി ജീവനക്കാരെ എടുക്കാൻ നിങ്ങൾ നോട്ടീസ് കൊടുത്തു. ബദലി ജീവനക്കാരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഇതേ ബദലി ജീവനക്കാർ നിങ്ങൾക്കെതിരെ സമരത്തിൽ പങ്കെടുക്കാതെ വണ്ടി ഓടിച്ചപ്പോൾ നിങ്ങൾ പിറ്റേന്ന് രാവിലെ പറഞ്ഞു, ഇവനെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരെല്ലാം പണ്ട് കാലത്ത് സ്ഥിരപ്പെടുത്തിയത് നമ്മളാണ്. അപ്പം നിങ്ങളാണ് നിങ്ങൾക്ക് ശവക്കുഴി തോണ്ടിയത്, ഞങ്ങളല്ല. ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ വ്യക്തമായ നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സമരത്തിൽ അതേ ദിവസം ഡ്യൂട്ടിയിലുള്ള ആളുകൾ കൃത്യമായി ഡ്യൂട്ടിക്ക് പോവുകയും ഡ്യൂട്ടി ഇല്ലാത്ത ആളുകൾ, വീക്കിലി ഓഫ് ഇല്ലാത്ത ആളുകൾ ഒരു കാരണവശാലും ഡിപ്പോ പരിസരത്ത് പോവുകയോ അല്ലെങ്കിൽ KSRTCയെ സഹായിക്കുകയോ ചെയ്യരുത്. കാര്യം മാനേജ്മെൻറ്റും അത്ര നെറുകേടാണ് KSRTC ജീവനക്കാരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ സമരത്തിന് അനുകൂലവും KSRTCയുടെ നിലപാടിന് പ്രതികൂലവും അല്ല. ഞങ്ങൾ നിങ്ങളെ 2 പേരെയും ഒരുപോലെ വെറുക്കുന്നു. പൊതുസമൂഹം ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നങ്ങളല്ല. KSRTCയിൽ നിലവിൽ എത്രയോ വർഷങ്ങൾ ആയി നിലനിൽക്കുന്ന ഏതെങ്കിലും ഡ്രൈവറുടെ ഒരു പ്രശ്നം നിങ്ങൾ ഉന്നയിക്കാൻ നിങ്ങൾ തയ്യാറായോ? സ്കെയിലിൽ അപാകത ഇപ്പോഴും നിങ്ങൾ പറയുമ്പോഴത്തേക്ക് 3 അംഗീകാരമുള്ള യൂണിയനും അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കലയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞു കൊണ്ടുവരുന്നത്. ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിരിക്കുന്നു. മന്ത്രി ഡ്രൈവേഴ്സ് യൂണിയൻ്റെ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നു, MD സമ്മതിച്ചിരിക്കുന്നു. ബാക്കിയുള്ളവർ കണ്ടെത്തിയാൽ പോലും വെൽഫെയർ അസോസിയേഷൻ എന്ന ഒരു സംഘടന കേസ് കൊടുത്ത് അത് കൊണ്ടുവന്നത് കൊണ്ട് അങ്ങനെ വേണ്ട എന്ന് നിങ്ങൾ ഒരു നിലപാടുണ്ട്. നേരെ മറിച്ച് പ്രിയപ്പെട്ട ഡ്രൈവർ സമൂഹമേ, CITനും INTUCക്കും BMSനും വേണ്ടി വോട്ട് ചെയ്യുന്ന സമൂഹമേ, നിനക്ക് വേണ്ടി കുഴി തോണ്ടുന്നത് നീ അറിയുന്നില്ല. നിന്റെ യൂണിയൻകാരനോട് ചോദിക്കണം, ഇങ്ങനെ ഒരു അപാകത ഉണ്ടോ കൂട്ടുകാരാ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കത് വാങ്ങി തരുന്നില്ല? നിങ്ങളതിന് തയ്യാറാവണം. കാര്യം വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അവരവിടെ കണ്ടെത്തിയെങ്കിലും അത് വാങ്ങിത്തരാൻ നിങ്ങൾക്ക് അംഗീകാരമുള്ളതുകൊണ്ട് നിങ്ങൾക്കത് കഴിയില്ലേ എന്ന് ചോദിക്കാൻ എന്തുകൊണ്ട് ഡ്രൈവർ സമൂഹത്തിന് തയ്യാറാവുന്നില്ല? അപ്പോൾ അതുകൊണ്ട് ഡ്രൈവറുടെ ഒരു കാര്യങ്ങൾക്കും INTUC ആണെങ്കിലും ഡ്രൈവേഴ്സ് യൂണിയൻ ആണെങ്കിലും ഒരു കാര്യങ്ങൾക്കും അനുകൂലമായ നിലപാടുകൾ നാളിതുവരെ 9 വർഷമായി നിങ്ങൾ കൈക്കൊണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ സമരത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പാണുള്ളത്. CITക്കാരൻ അവൻ്റെ വഴിക്ക് പോകുന്നു, അവന് മാനേജ്മെൻറ്റിൻ്റെ കൂടെ താങ്ങുന്നു. നാളെ ഈ പ്രസ്ഥാനം തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയാണ്. കാര്യം
ചുമരുമില്ല, ചുമര് പണിക്കാരനുമില്ല. 1000-ഓളം റൂട്ട് കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴും അത് 503 റൂട്ട് കൊടുത്തപ്പോഴും ഒരു വാക്ക് നിങ്ങളുടെ വായിൽ നിന്നും വീണിട്ടില്ല. കാര്യം നിങ്ങൾ തൊഴിലാളിക്ക് വേണ്ടിയാണ് അഹോരാത്രം പണിപ്പെടുന്നതെന്നും നിങ്ങൾ പല പല സമര നാടകങ്ങൾ ഇവിടെ നടത്തുമ്പോഴും നിങ്ങൾക്ക് വോട്ട് മാത്രമാണ് ലക്ഷ്യമെന്നും പിരിവ് മാത്രമാണ് നിങ്ങളുടെ 3 പേരുടെയും ലക്ഷ്യമെന്നും ഇനി കൂടാതെ അധ്വാനം ആരാധനയായി മാറ്റി ആദ്യമായി അംഗീകാരം കിട്ടി വന്ന ആ സമൂഹം നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു വാഗ്ദാനം ഈ കാലയളവിനുള്ളിൽ നടപ്പാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട ജീവനക്കാരെ, നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇവരെല്ലാവരും കൂടി ചേർന്ന് നിങ്ങളെ ഒറ്റുകയായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ് വലുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പട്ടിണിയും നിങ്ങളുടെ ഹൃദയം പൊട്ടിയുള്ള മരണവും അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് ശാരീരിക അസ്വസ്ഥതയൊന്നും ഇവർക്ക് വിഷയമല്ല. പിരിവ് മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് ആ സമരത്തിൽ വെൽഫെയർ അസോസിയേഷന് വ്യക്തമായ നിലപാടുണ്ട്. ഞങ്ങൾ ആ സമരത്തിൽ നിങ്ങളെ അനുകൂലിക്കുന്നില്ല, മാനേജ്മെൻറ്റിനെയും ഞങ്ങൾ അനുകൂലിക്കുന്നില്ല.